നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. തൃശൂർ കൊടുങ്ങല്ലൂരിൽ ഫ്രിഡ്ജിൽ ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. ചാത്തടുത്തുപറമ്പിൽ ദമ്പതികളായ അഭിഷേക്, അപർണ എന്നിവർ താമസിച്ചിരുന്ന ഫ്ളാറ്റിലെ ഫ്രിഡ്ജിനുള്ളിലാണ് മൃതദേഹം ഉണ്ടായിരുന്നത്. 3 മാസത്തോളം പ്രായമുള്ള ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം ചെറിയ പെട്ടിക്കുള്ളിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു. ഫ്ളാറ്റിലെ ശൗചാലയത്തിൽ വെച്ചാണ് കുഞ്ഞ് പുറത്തു വന്നത്. നഴ്സിംഗ് പഠിച്ചിട്ടുള്ളതിനാൽ സ്വയം ഭ്രൂണം വേർപെടുത്തി കളയാനുള്ള ബുദ്ധിമുട്ട് കാരണം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചുവെന്നാണ് യുവതിയുടെ മൊഴി. രഹസ്യവിവരത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസിന്റെ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്താണ് അന്വേഷണം നടത്തുന്നത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. കൊടുങ്ങല്ലൂരിൽ ഒരു ഫ്രിഡ്ജിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയെന്ന്. സ്വാഭാവികമായും ആദ്യം സംശയിക്കുന്നത് ഇതൊരു കൊലപാതകമാണോ എന്നാണ്. കൊലപാതക സാധ്യത തേടിയായിരുന്നു പോലീസിൻ്റെ അന്വേഷണം. പക്ഷേ ആ യുവതിയുടെ മൊഴി ഇതാണ്: മാസം തികയാതെ പ്രസവിച്ചു, പിന്നീട് അതിനെ ഉപേക്ഷിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം, പ്രയാസം കാരണം, വിഷമം കാരണം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചുവെന്നാണ്. ഇത് പോലീസ് എത്രത്തോളം വിശ്വസിക്കുന്നുണ്ട്? പോലീസിൻ്റെ അന്വേഷണം എങ്ങനെയാണ്? ടോം, 3 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ഫീറ്റസ് ആണ് ഫ്രിഡ്ജിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. ഇത് പ്രത്യേകിച്ചും ഈ യുവദമ്പതികൾ, അതായത് അവർ 3 മാസമായി അവിടെ തന്നെ താമസിച്ചു വരികയാണ്. അത് കൊടുങ്ങല്ലൂരിലുള്ള ഒരു സ്വകാര്യ ഫ്ളാറ്റിലാണ് ദമ്പതികളായ അഭിഷേകും അപർണയും താമസിച്ചു വന്നിരുന്നത്. ഈ 3 മാസത്തിന് മുൻപ് താൻ ഗർഭിണിയായിരുന്നു. അത് വയറുവേദനയെ തുടർന്ന്, അതായത് ഗർഭം അലസിയ ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും താൻ നഴ്സ് ആയതുകൊണ്ട് തനിക്ക് അത് ഫീറ്റസ് റിമൂവ് ചെയ്യാനുള്ള സാങ്കേതികത അറിയാവുന്നത് കൊണ്ടാണ് അത് തനിയെ കട്ട് ചെയ്തത്